ആണുങ്ങളും പെണ്ണുങ്ങളും അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ, വളരെ സന്തോഷമുള്ള ജീവിതം അല്ലാഹു അവർക്ക് ഈ ലോകത്ത് നൽകും. അതന്നെ ഇസ്ലാമനുസരിച്ച് ജീവിച്ചാൽ എന്ത് കിട്ടും എന്ന് നമ്മൾ കുട്ടികളെ ചോദിച്ചാൽ ഇതന്നെ കിട്ടുക. സന്തോഷം ഉണ്ടാവും, റാഹത്തുണ്ടാവും. വലനജിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അതുകൊണ്ട് കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ നന്മ വിളയാൻ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ നന്മയുടെ വഴിയിലേക്ക് വരണം. ഈ നന്മ ഒരു സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആണുങ്ങളെക്കാളും നന്മ മക്കളെ പഠിപ്പിക്കുന്നത് വലത് കൈകൊണ്ട് കുടിക്കും മോനെ, അങ്ങനെ പറയരുത് മോനെ, ഇങ്ങനെയാണ് നീ ചൊല്ലേണ്ടത്, ഇങ്ങനെയാണ് നീ ഭക്ഷിക്കേണ്ടത്, ഇങ്ങനെയാണ് നീ പെരുമാറേണ്ടത്, ഉസ്താദുമാരോട് ഇങ്ങനെ പറയാവൂ, ഇത് പറയരുത്, മസ്ജിദിലേക്ക് നീ പോകണം, അച്ചടക്കത്തിൽ ജീവിക്കണം, നിന്റെ പെങ്ങന്മാരോട് അനുജന്മാരോട് നിന്റെ സിബ്ലിങ്സിനോട് നല്ല നിലയ്ക്ക് പെരുമാറണം. ഇതൊക്കെ ഒരു വാപ്പ മക്കളോട് സംസാരിക്കുന്നതിലേറെ സമയം കിട്ടുന്നത് ഉമ്മമാർക്കാണ്, അല്ലേ? നമ്മൾ വാപ്പമാരെ മക്കളോട് മിണ്ടണ്ടോ? നമ്മൾ ജോലി കഴിഞ്ഞ് വരുന്നു, നമ്മൾ നിസ്കാരം കഴിഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, വരയിൽ ഭക്ഷണം പത്തലും കറിയൊക്കെ റെഡിയായിരിക്കും, എടുത്ത് കഴിക്കുന്നു, ഉറങ്ങുന്നു. നമ്മുടെ മക്കളോട് നമ്മുടെ സംസാരം കുറവായിരിക്കും. പക്ഷെ മക്കളുമായി ഇടപഴകുന്നത് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ്. അതുകൊണ്ടാണ് വഹൽ യുർജാ ലിഅത്ഫാലിൻ സ്വലാഹു ഇദർ തലഉ സുദിയൻ നാഖിസാതി. നമ്മുടെ വീടുകളിലുള്ള ഉമ്മമാർ പൂർണ്ണതയുള്ള മഹിമയുള്ള നന്മയുള്ള നല്ലവരാണെങ്കിൽ, നമ്മുടെ പെങ്ങന്മാർ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഉമ്മ, നമ്മുടെ വല്യുമ്മ, നമ്മുടെ അമ്മായിമാർ, നമ്മുടെ ഇളയമ്മ, മുത്തമ്മമാർ, ഇവരെ സൽസ്വഭാവികളാണെങ്കിൽ ആ വീടുകളിൽ നിന്ന് ജനിക്കുന്ന കുട്ടികളും സൽസ്വഭാവികളായിരിക്കും. അവരങ്ങനെയല്ലെങ്കിൽ ഈ മക്കൾക്ക് പൂർണ്ണത ഉണ്ടാവില്ല എന്നാണ്. ആ മക്കളുടെ സ്വഭാവം ശരിയുണ്ടാവില്ല. ചില വീടുകളിൽ കയറി ചെന്നാൽ അറിയാം ആ വീടിലെ സ്വഭാവമെന്ന്. ചില കുട്ടികളെ കണ്ടാൽ മനസ്സിലാവും ആ കുട്ടിയുടെ ഉമ്മവാപ്പമാർ എങ്ങനെയാ വീട്ടിൽ പെരുമാറുന്നത് എന്ന്. മക്കളുടെ അച്ചടക്കം, അവരുടെ സ്വഭാവം കണ്ടാൽ അറിയാം ഒരു വീടിന്റെ സ്വഭാവം എന്താണെന്ന്, അല്ലേ? ഒരു വീട്ടിലെ ബാത്റൂമിൽ കയറി അറിയാം ആ വീട്ടുകാർക്ക് വൃത്തിയുണ്ടോ ഇല്ലേ എന്ന്. ഒരു വീട്ടിലെ മക്കളെ കണ്ടാൽ അറിയാം ആ വീട്ടിലെ ഉമ്മയും വാപ്പയും അടിപിടി കൂടുന്നവരാണോ അല്ലേ എന്ന്, സൽസ്വഭാവികളാണോ അല്ലേ എന്ന്. ഒരു വീടിന്റെ പരിസരം കണ്ടാൽ അറിയാം എത്രത്തോളം വൃത്തിയും ശുദ്ധിയും കാത്തുസൂക്ഷിക്കുന്നവരാണ് ഈ വീട്ടുകാരെന്ന്. ഇതൊരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലിയത്തഖിദ് അഹദുകും ഖൽബൻ ഷാകിറാ വലിസാനൻ ദാകിറാ വസൗജതൻ മുഅ്മിനതൻ തുഈനുഹു അലാ അംറിൽ ആഖിറah. 3 കാര്യങ്ങൾ നിങ്ങൾ ഈ ലോകത്ത് ചെയ്തു വെക്കണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്തികളോട് പറഞ്ഞിട്ടുണ്ട്. 3 കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കണം. ഒന്ന്, ശരിക്കും മനസ്സിലാക്കണേ, ലിയത്തഖിദ് അഹദുകും ഖൽബൻ ഷാകിറൻ, അല്ലാഹുവിനോട് നന്ദി പറയുന്ന ഒരു ഹൃദയം, ജനങ്ങളോട് നന്ദി പറയുന്ന ഒരു ഹൃദയം, നാട്ടുകാരോട് നന്ദി പറയുന്ന ഒരു ഹൃദയം, വീട്ടുകാരോട്, ഭാര്യയോട്, ഭർത്താവിനോട്, ഉമ്മയോട്, ഉപ്പയോട്, മക്കളോട് നന്ദി പറയുന്ന, ശുക്ർ ചെയ്യുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടാവണേ. നന്ദി വലിയ ഒരു വിഷയമാണ്. നന്ദി ഉണ്ടാവുക എന്നത് ജീവിതത്തിലെ മനുഷ്യ സ്വഭാവത്തിന്റെ വലിയൊരു ഗുണമാണ്. ഒരാളോട് നന്ദി പറയാ. ഇപ്പൊ നമുക്ക് ചില വിഷമങ്ങളൊക്കെ ഉണ്ടായേക്കാം, എന്നാലും അവരോട് ഉള്ളതിന് നന്ദി പറഞ്ഞിട്ടേ നമ്മൾ പോകാവൂ. ഖൽബൻ ഷാകിറൻ, നന്ദി വേണം. നമ്മുടെ അധ്യാപകരോട്, നമ്മുടെ ഉസ്താദുമാരോട്, നമ്മുടെ മദ്രസയിലെ മുഅല്ലിമീനോട്, പള്ളിയിലെ മുഅദ്ദിനിനോട് പാഞ്ഞു വരുമ്പോ അതാ മലനിരകളുടെ ഇടയിൽ നിന്നൊരു സമൂഹം ഉദയം ചെയ്യും. അവര് വരുന്നതും മലനിരകളുടെ ഇടയിൽ നിന്നായിരിക്കും. അവരാരെന്നറിയോ? അവരാരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുഹും നന്ദിയുള്ള ഹൃദയം നിങ്ങൾ ഉണ്ടാക്കണമേ. അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലുന്ന നാവും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം.
അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കറുത്ത തലപ്പാവ് ധരിച്ച നല്ല താടിരോമങ്ങളുള്ള ഗോത്രങ്ങളിലേക്ക് ചേർത്ത് പേര് പറയുന്ന ഒരു വിഭാഗം ആളുകൾ അക്കാരന്റെ മലനിരകളിൽ ഉദയം ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇസ്ലാമിക സംസ്കാരത്തിനെതിരെ സത്യകക്ഷികൾ മുഴുവൻ പാഞ്ഞു വരുമ്പോ അതാ മലനിരകളുടെ ഇടയിൽ നിന്നൊരു സമൂഹം ഉദയം ചെയ്യും. അവര് വരുന്നതും മലനിരകളുടെ ഇടയിൽ നിന്നായിരിക്കും. അവരാരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഹും അസ്ഹാബു ഞാനിത് വേണമെന്ന് വാശി പിടിച്ചാൽ എന്റെ ഭർത്താവ് വല്ലതും കൊണ്ടുപോയി പണയപ്പെടുത്തി വലിയ താടിയുള്ള തലപ്പാവുള്ള അസ്മാഉഹും ഖുനാ പക്ഷേ ഇതിന്റെ ഗുരുതരമായ പലിശയുമായി ഇടപെടുന്നത് അല്ലാഹുവിനോട് യുദ്ധം ചെയ്യലാണ്. അങ്ങനെ എനിക്ക് വേണ്ട, നിങ്ങളുടെ കയ്യിലായി അല്ലാഹു തരുന്ന കാലത്ത് മതി ഒരു വിഭാഗം ആളുകൾ അക്കാരന്റെ മലനിരകളിൽ ഉദയം ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സമയമായാൽ സത്യകക്ഷികൾ മുഴുവൻ പാഞ്ഞു വരുമ്പോ അതാ മലനിരകളുടെ ഇടയിൽ നിന്നൊരു സമൂഹം ഉദയം ചെയ്യും. അവര് വരുന്നതും മലനിരകളുടെ ഇടയിൽ നിന്നായിരിക്കും. അവരാരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ ധാരാളമുള്ള വലിയ താടിയുള്ള തലപ്പാവുള്ള അസ്മാഉഹും ഖുനാ എത്രയോ ആളുകൾ ഇപ്പോൾ വിവാഹിതരാകാൻ പോകുമ്പോൾ ആലിമച്ചുകളായി പെണ്ണുങ്ങളെ കിട്ടാനുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കറുത്ത തലപ്പാവ് ധരിച്ച നല്ല താടിരോമങ്ങളുള്ള ഗോത്രങ്ങളിലേക്ക് ചേർത്ത് പേര് പറയുന്ന ഒരു വിഭാഗം ആളുകൾ അക്കാരന്റെ മലനിരകളിൽ ഉദയം ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇസ്ലാമിക സംസ്കാരത്തിനെതിരെ സഖ്യകക്ഷികൾ മുഴുവൻ പാഞ്ഞു വരുമ്പോ അതാ മലനിരകളുടെ ഇടയിൽ നിന്നൊരു സമൂഹം ഉദയം ചെയ്യും. അവര് വരുന്നതും മലനിരകളുടെ ഇടയിൽ നിന്നായിരിക്കും. അവരാരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ധാരാളമുള്ള വലിയ താടിയുള്ള തലപ്പാവുള്ള അസ്മാഉഹും ഖുനാ വഅൻസാബുഹും ദേഷ്യപ്പെടുന്ന കൂട്ടത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കറുത്ത തലപ്പാവ് ധരിച്ച നല്ല താടിരോമങ്ങളുള്ള ഗോത്രങ്ങളിലേക്ക് ചേർത്ത് പേര് പറയുന്ന ഒരു വിഭാഗം ആളുകൾ അക്കാരന്റെ മലനിരകളിൽ ഉദയം ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇസ്ലാമിക സംസ്കാരത്തിനെതിരെ സഖ്യകക്ഷികൾ മുഴുവൻ പാഞ്ഞു വരുമ്പോ അതാ മലനിരകളുടെ ഇടയിൽ നിന്നൊരു സമൂഹം ഉദയം ചെയ്യും. അവര് വരുന്നതും മലനിരകളുടെ ഇടയിൽ നിന്നായിരിക്കും. അവരാരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഹും അസ്ഹാബു ധാരാളം രോമങ്ങളുള്ള വലിയ താടിയുള്ള തലപ്പാവുള്ള അസ്മാഉഹും ഖുനാ നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണമേ. അവരെ നിങ്ങൾ കൈ ഉയരരുതേ, അവരെ നിങ്ങൾ നന്മയിലേക്ക് കൈപിടിക്കണമേ, അവരെ നിങ്ങൾ വെറുപ്പിക്കരുതേ. സ്നേഹം കൊടുത്തുകൊണ്ട് നന്മയുടെ വഴികൾ കാണിച്ചു കൊടുത്തുകൊണ്ട് ക്ഷമയോടെ നിങ്ങൾ അവരുടെ കൂടെ ജീവിക്കണമേ. എങ്കിലേ ജീവിതത്തിൽ വിജയമുണ്ടാകൂ. ഇസ്ലാമിക സംസ്കാരത്തിനെതിരെ സഖ്യകക്ഷികൾ മുഴുവൻ പാഞ്ഞു വരുമ്പോ അതാ മലനിരകളുടെ ഇടയിൽ നിന്നൊരു സമൂഹം ഉദയം ചെയ്യും. അവര് വരുന്നതും മലനിരകളുടെ ഇടയിൽ നിന്നായിരിക്കും. അവരാരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഹും അസ്ഹാബു ധാരാളം രോമങ്ങളുള്ള വലിയ താടിയുള്ള തലപ്പാവുള്ള അസ്മാഉഹും ഖുനാ വഅൻസാബുഹും ഖുറാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കറുത്ത തലപ്പാവ് ധരിച്ച നല്ല താടിരോമങ്ങളുള്ള ഗോത്രങ്ങളിലേക്ക് ചേർത്ത് പേര് പറയുന്ന ഒരു വിഭാഗം ആളുകൾ അക്കാരന്റെ മലനിരകളിൽ ഉദയം ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇസ്ലാമിക സംസ്കാരത്തിനെതിരെ സഖ്യകക്ഷികൾ മുഴുവൻ പാഞ്ഞു വരുമ്പോ അതാ മലനിരകളുടെ ഇടയിൽ നിന്നൊരു സമൂഹം ഉദയം ചെയ്യും. അവര് വരുന്നതും മലനിരകളുടെ ഇടയിൽ നിന്നായിരിക്കും. അവരാരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഹും അസ്ഹാബു ധാരാളം രോമങ്ങളുള്ള വലിയ താടിയുള്ള തലപ്പാവുള്ള അസ്മാഉഹും ഖുനാ വഅൻസാബുഹും ഖുറാ
അള്ളാന്റെ റസൂല് പറഞ്ഞു കറുത്ത തലപ്പാവ് ധരിച്ച നല്ല താടിരോമങ്ങളുള്ള ഗോത്രങ്ങളിലേക്ക് ചേർത്ത് പേര് പറയുന്ന ഒരു വിഭാഗം ആളുകൾ അഫ്ഗാനിന്റെ മലനിരകളിൽ ഉദയം ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂല് പറഞ്ഞു. ഇസ്ലാമിക സംസ്കാരത്തിനെതിരെ സഖ്യകക്ഷികൾ മുഴുവനും പാഞ്ഞു വരുമ്പോ അതാ മലനിരകളുടെ ഇടയിൽ നിന്നൊരു സമൂഹം ഉദയം ചെയ്യും. അവര് വരുന്നതും മലനിരകളുടെ ഇടയിൽ നിന്നായിരിക്കും. അവരാരെന്നറിയോ? അള്ളാന്റെ റസൂല് പറഞ്ഞു ധാരാളമുള്ള വലിയ താടിയുള്ള തലപ്പാവുള്ള അസ്മാഉഹും കുനാ വഅൻസാബുഹും ഖുറാ. അള്ളാന്റെ റസൂല് പറഞ്ഞു കറുത്ത തലപ്പാവ് ധരിച്ച നല്ല താടിരോമങ്ങളുള്ള ഗോത്രങ്ങളിലേക്ക് ചേർത്ത് പേര് പറയുന്ന ഒരു വിഭാഗം ആളുകൾ അഫ്ഗാനിന്റെ മലനിരകളിൽ ഉദയം ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂല് പറഞ്ഞു. ഇസ്ലാമിക സംസ്കാരത്തിനെതിരെ സഖ്യകക്ഷികൾ മുഴുവനും പാഞ്ഞു വരുമ്പോ അതാ മലനിരകളുടെ ഇടയിൽ നിന്നൊരു സമൂഹം ഉദയം ചെയ്യും. അവര് വരുന്നതും മലനിരകളുടെ ഇടയിൽ നിന്നായിരിക്കും. അവരാരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഹും അസ്ഹാബുസ് ധാരാളമുള്ള വലിയ താടിയുള്ള തലപ്പാവുള്ള അസ്മാഉഹും കുനാ നല്ല ഒരു സഹധർമ്മിണിയെ ജീവിതത്തിൽ നന്മയോടൊപ്പം ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു ഭാര്യയെ അല്ലാഹു നമുക്ക് നൽകി കഴിഞ്ഞാൽ അത് വലിയൊരു സൗഭാഗ്യമാണ്. അങ്ങനെ ആയില്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ അഫ്ഗാനിന്റെ മലനിരകളിൽ ഉദയം ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂല് പറഞ്ഞു. ഇസ്ലാമിക സംസ്കാരത്തിനെതിരെ സഖ്യകക്ഷികൾ മുഴുവനും പാഞ്ഞു വരുമ്പോ അതാ മലനിരകളുടെ ഇടയിൽ നിന്നൊരു സമൂഹം ഉദയം ചെയ്യും. അവര് വരുന്നതും മലനിരകളുടെ ഇടയിൽ നിന്നായിരിക്കും. അവരാരെന്നറിയോ? അള്ളാന്റെ റസൂല് പറഞ്ഞു ഹും അസ്ഹാബുസ് ധാരാളം രോമങ്ങളുള്ള വലിയ താടിയുള്ള തലപ്പാവുള്ള അസ്മാഉഹും കുനാ വഅൻസാബുഹും ഖുറാ. മനുഷ്യപിതാവായ ആദം അലൈഹിസ്സലാം ആദം നബിയുടെ മക്കളിൽ ഓരോ ശരീരവും ഓരോരുത്തരും നേതാവാണ്. ഒരു വിഭാഗം ആളുകൾ അഫ്ഗാനിന്റെ മലനിരകളിൽ ഉദയം ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അവരുടെ വീട്ടുകാരുടെ നേതാവാണ്. ഇസ്ലാമിക സംസ്കാരത്തിനെതിരെ സഖ്യകക്ഷികൾ മുഴുവനും പാഞ്ഞു വരുമ്പോ അതാ മലനിരകളുടെ ഇടയിൽ നിന്നൊരു സമൂഹം ഉദയം ചെയ്യും. അവര് വരുന്നതും മലനിരകളുടെ ഇടയിൽ നിന്നായിരിക്കും. അവരാരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഹും അസ്ഹാബുസ് ഒരു പെണ്ണ് അവളുടെ വീടിന്റെ ഉടമസ്ഥയാണ്, വലിയ താടിയുള്ള തലപ്പാവുള്ള പെണ്ണ് വീടിന്റെ നേതാവാണ്, പുരുഷൻ കുടുംബത്തിന്റെ നേതാവ്. രണ്ടുപേരും എല്ലാ ഓരോ ആണും പെണ്ണും നേതൃസ്ഥാനമുള്ളവരാണ്, നേതൃത്വമുള്ളവരാണ്, ഉത്തരവാദിത്തമുള്ളവരാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹിലേക്ക് ചേർത്ത് പേര് പറയുന്ന ഒരു വിഭാഗം പക്ഷേ ആണുങ്ങളും പെണ്ണുങ്ങളും ശരീരത്തിൽ ഒരുപോലെ അല്ലാത്തതുപോലെ അവരുടെ ഇമോഷണൽ ഇസ്ലാമിക സംസ്കാരത്തിനെതിരെ സഖ്യകക്ഷികൾ മുഴുവനും പാഞ്ഞു വരുമ്പോ ദേഷ്യപ്പെടുന്നവരാണെങ്കിൽ പെണ്ണുങ്ങളുടെ ക്ഷമിക്കുന്നവരാണ്. പുരുഷന്മാർക്ക് കരച്ചിൽ വരാൻ സമയമെടുക്കും. അവരാരെന്നറിയോ? പുരുഷന്മാരുടെ കരുണ ഉള്ളിലാ കിടക്കുന്നത് പുറത്തേക്ക് കാണാൻ പ്രയാസമാകാം. എന്നാൽ പെണ്ണുങ്ങളുടെ കരുണ അത് ഒഴുകുകയാണ്. ആ സ്നേഹം തലോടൽ ഒരു വീടിന്റെ മുറ്റത്ത് കയറുമ്പോൾ തന്നെ നമുക്കറിയാൻ കഴിയും. ആ വീട്ടുകാരെ മക്കളോട് കാണിക്കുന്ന, വീട്ടിലുള്ളവരോട് വരുന്നവരോട് കാണിക്കുന്ന സ്നേഹം, ഈ സ്നേഹം ഇങ്ങനെ വാരിക്കോരി കൊടുക്കാൻ കഴിയുന്നത് ചേർത്ത് പേര് പറയുന്ന ഒരു വിഭാഗം ആളുകൾ അഫ്ഗാനിന്റെ മലനിരകളിൽ ഉദയം ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. ഇസ്ലാമിക സംസ്കാരത്തിനെതിരെ സഖ്യകക്ഷികൾ മുഴുവനും പാഞ്ഞു വരുമ്പോ അതാ മലനിരകളുടെ ഇടയിൽ നിന്നൊരു സമൂഹം ഉദയം ചെയ്യും. അവര് വരുന്നതും മലനിരകളുടെ ഇടയിൽ നിന്നായിരിക്കും. അവരാരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഹും അസ്ഹാബുസ് ധാരാളം രോമങ്ങളുള്ള വലിയ താടിയുള്ള തലപ്പാവുള്ള അസ്മാഉഹും കുനാ
അൻസാബുഹും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കറുത്ത തലപ്പാവ് ധരിച്ച നല്ല താടിരോമങ്ങളുള്ള ഗോത്രങ്ങളിലേക്ക് ചേർത്ത് പേര് പറയുന്ന ഒരു വിഭാഗം ആളുകൾ അഫ്ഗാനിന്റെ മലനിരകളിൽ ഉദയം ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ